ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. നിൻ കരങ്ങൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കരങ്ങൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. സങ്കീർത്തനം 16:11. അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷവും. ഈശോയെ നമുക്ക് ആരാധിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറയാം. നല്ല മാതാപിതാക്കൾ, നല്ല ജീവിത പങ്കാളി, നല്ല മക്കൾ, നല്ല ജീവിത സാഹചര്യങ്ങൾ, നല്ല ജോലി, നല്ല ആരോഗ്യം, സമ്പൽ സമൃദ്ധി, അങ്ങനെ എനിക്കൊരു കുറവും വരുത്താതെ എന്നെ കൊണ്ട് നടക്കുന്ന നല്ല ഈശോയ്ക്ക് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കാം. ആ ഈരടികൾ നമുക്ക് വീണ്ടും പാടാം. ആരാധ്യൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ഹൃദയത്തിൽ ആനന്ദം സൂക്ഷിക്കാം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രമാത്രം അനുഗ്രഹമാണ് ഓരോ ദിവസവും നമുക്ക് നൽകുന്നത്.
നാം അറിയാതെ എന്തോരം അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. ചില കുറച്ചിലുകൾ നമുക്കുണ്ട്, ചില കുറവുകൾ നമുക്കുണ്ട്, ഒരുപാട് പരാതികൾ നമുക്കുണ്ട്, ഒരുപാട് സങ്കട അനുഭവങ്ങൾ നമുക്കുണ്ട്. ആ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. നമുക്ക് എങ്ങും ഒരു ആശ്വാസം ലഭിക്കാതെ പോകുന്ന സമയങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു ഇത്തിരി ആശ്വാസം ലഭിച്ചിരുന്നെങ്കിൽ, അവിടുത്തെ കുരിശിലെങ്കിലും നമുക്കൊരിടം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരുപാട് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിടം തരണേ തല ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അത് മാത്രം മതിയേ. ഗെത്സമൻ തോട്ടത്തിൽ ഈശോ രക്തം വിയർക്കുവോളം പ്രാർത്ഥിച്ചത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എന്നാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ആ ഈശോ തൻ്റെ ജീവിതം മുഴുവൻ കുരിശിൽ സമർപ്പിച്ചപ്പോൾ ഈശോ അവനെ എത്ര അഗാധമായിട്ടാണ് സ്നേഹിച്ചതും സ്വീകരിച്ചതും. ഞാനും ചില വേദനകളുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചില ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും ഓർക്കാറുണ്ട്, നിന്റെ കുരിശിലൊരിടം കിട്ടിയിരുന്നെങ്കിൽ, നിന്റെ കൂടെ ഒന്ന് തല ചായ്ച്ചുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ സൗഖ്യമുള്ളവനായിട്ട് തീർന്നേനെ. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ ഒരുപാട് അകലത്തിലാണ്. ദുഃഖങ്ങളോ ഒരുപാടേറെയുണ്ട്. കുരിശേറുന്ന ഈ രാവിൽ എൻ്റെ അരികെ നീ വരണം. ഒരിടം തരണേ തല ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതു മാത്രം മതിയേ. സ്വപ്നങ്ങളകലയാണേ, ദുഃഖങ്ങളേറെയാണേ, കുരിശേറും രാവിൻ നേരം വരണേ. ഒരിടം തരണേ തല ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതു മാത്രം മതിയേ. തകർച്ചകളുടെ നടുവിലാണ് ഈശോയെ ഞാനിന്ന്. വീടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി രാപകൽ അധ്വാനിച്ചിട്ട് കടക്കണി മാത്രമാണ് ഇന്നെൻ്റെ സമ്പാദ്യം. മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് കൂടുതൽ തിന്മകളിലേക്ക് വഴുതിപ്പോകുന്നതാണ് ഞാൻ കാണുന്നത്. രോഗങ്ങൾ മാറാൻ ആതുരാലയങ്ങളിൽ കയറി ഇറങ്ങി കാശു പോയതല്ലാതെ എൻ്റെ രോഗത്തിനൊരു ശമനവും കിട്ടിയിട്ടില്ല. ഞാനിന്ന് തകർച്ചയുടെ വക്കിലാണ്. എൻ്റെ ഉള്ളമാണെങ്കിൽ തകർന്നടിഞ്ഞുപോയി. എല്ലാവരാലും ഞാൻ തിരസ്കൃതനാണ്. നീ ഗെത്സമൻ തോട്ടത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഞാനും. എല്ലാവരും ഇട്ടിട്ട് പോയി, ഒരാളുമില്ല കൂടെ, ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും ആരുമില്ല. എത്രമാത്രം തിരസ്കൃതനാണ് ഞാനിന്ന്. ഈശോയെ, നിന്റെ കുരിശിൽ എനിക്കൊരിടം തരണം. ആ കുരിശ് മാത്രം മതി. കാരണം ആ കുരിശിൽ നീയുണ്ടല്ലോ. ആ കുരിശിൽ നീയുണ്ട്.
എൻ്റെ ജീവിതത്തിൻ്റെ തിരസ്കരണ വേളകളെല്ലാം, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെല്ലാം നിന്റെ കുരിശോടും നിന്നോടും ചേർത്ത് ഞാൻ പിടിക്കുന്നു. ഒരിടം തരണേ തല ചായച്ചുറങ്ങാൻ. ഒരിടം തരണേ തല ചായച്ചുറങ്ങാൻ. കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നങ്ങളകലയാണ്, ദുഃഖങ്ങളേറെയാണ്. കുരിശേറും രാവിന്നേരം വരണേ. ഒരിടം തരണേ തല ചായ്ച്ചുറങ്ങാൻ. കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. കൂടെ പിറന്നവരാരും എൻ്റെ കൂടെയില്ല. ഒരുപാട് സ്നേഹിച്ചവരെൻ്റെ കൂടെ നല്ല കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. തകർച്ചകൾ നേരിട്ടപ്പോൾ എന്നോട് ചേർന്ന് നിൽക്കാൻ എൻ്റെ കൂടപ്പിറപ്പുകളോ എൻ്റെ സുഹൃത്തുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. ജോബിനെ പോലെ തന്നെയാണ് ഞാനും ഇന്ന്. എല്ലാവരും വിട്ടിട്ട് പോയി. ഈശോയെ, നീയും ഈ അവസ്ഥകളിലൂടെ കടന്നു പോയതാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിനക്കെൻ്റെ വേദന മനസ്സിലാകും എന്നൊരു ഉറപ്പുണ്ട് എനിക്ക്. സ്നേഹിത എന്ന് പറഞ്ഞ് യൂദാസിനെ തള്ളിക്കളയാതെ, പത്രോസിനെ ഒരു നോട്ടം കൊണ്ട്, കരുണാർദ്രമായ നോട്ടം കൊണ്ട് ചേർത്ത് പിടിച്ചവൻ, നീ എന്നെയും ചേർത്ത് പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ മാനസിക സംഘർഷങ്ങൾ നിൻ്റേത് കൂടിയായിരുന്നു. നീ എനിക്ക് മുമ്പേ ഈ അവസ്ഥകളിലൂടെ കടന്നു പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഇന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ കുരിശിൽ ഒരിടം എനിക്ക് തരണം. വേറെ എങ്ങും എനിക്കിടം ഇല്ല, വേറെ ആരും എനിക്ക് ആശ്രയമില്ല. നിന്റെ കുരിശ് മാത്രമാണ് എൻ്റെ അഭയം. ആ കുരിശിൽ ഞാൻ എന്നെ തന്നെ ചേർത്ത് പിടിക്കട്ടെ. ഒരിടം തരണേ തല ചായ്ച്ചുറങ്ങാൻ. കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നങ്ങളകലയാണ്, ദുഃഖങ്ങളേറെയാണ്. കുരിശേറും രാവിൻ നേരം വരണേ. ഒരിടം തരണേ തല ചായ്ച്ചുറങ്ങാൻ. കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. എൻ്റെ ഉള്ളിൽ ഒരുപാട് കലഹങ്ങളുണ്ട്. കരുതുന്നവരില്ല എന്ന ചിന്ത എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും കരച്ചിലടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഞാൻ വളരെയേറെ ക്ഷുഭിതനാകുന്നു, ഒരുപാട് കോപിഷ്ഠനാകുന്നു. എനിക്കും ചിലപ്പോഴൊക്കെ ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ കലഹങ്ങളാണ് കർത്താവേ.
മറ്റുള്ളവരുടെ ആശ്വാസപ്രദമായ ഒരു വാക്കിനു വേണ്ടി രാപകൽ ഞാൻ കാത്തിരിക്കാറുണ്ട്. പക്ഷെ ആരും എന്നെ ഗണിക്കുന്നു പോലുമില്ല. എൻ്റെ ഈ ജീവിതാവസ്ഥകളിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ. നിന്റെ കുരിശിൽ ഞാനൊന്ന് ലയിച്ചു ചേരട്ടെ. നിന്റെ കുരിശിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. ഒരിടം തരണേ തലച്ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നങ്ങളകലെയാണേ, ദുഃഖങ്ങളേറെയാണേ, കുരിശേറും രാവിൻ നേരം വരണേ. ഒരിടം തരണേ തലച്ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. എൻ്റെ ഉള്ളം പിടഞ്ഞു നീറുമ്പോൾ എനിക്ക് പ്രിയമുള്ളവരെല്ലാം ഏറെ അകലെയാണ്. എനിക്ക് നല്ല കാലം വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നോട് ചേർന്നാണ് നിന്നത്. ഞാൻ തകർക്കപ്പെട്ടപ്പോൾ, തകർന്നടിഞ്ഞപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെല്ലാം ഒരുപാട് അകലത്തിലേക്ക് പോയി. അതെനിക്ക് ചിന്തിക്കാനാവുന്നതിലും അധികമാണ് അവരുടെ അകൽച്ച. നീ മാത്രമാണ് ഉറ്റ ചങ്ങാതി എന്ന് ഞാനിന്ന് തിരിച്ചറിയുന്നു. ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും എന്നെ തള്ളിപ്പറയാതെ ഇട്ടേച്ചു പോകാത്തൊരുവൻ നീ മാത്രമാണെന്ന് ഞാനിന്ന് തിരിച്ചറിയുന്നു. നിന്റെ ഈ സന്നിധിയിൽ ഞാനിരിക്കുമ്പോൾ നീ എൻ്റെ നേരെ മാത്രമാണ് നോക്കുന്നത്, എൻ്റെ ജീവിതത്തിലേക്ക് മാത്രമാണ് നോക്കുന്നത്. എന്നെ ചേർത്ത് നിന്റെ കുരിശോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതെനിക്ക് നൽകുന്ന സന്തോഷം ഇതെത്രയോ വലുതാണ് എൻ്റെ ഈശോയെ. നിന്റെ കുരിശിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. ഒരിടം തരണേ തലച്ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നങ്ങളകലെയാണേ, ദുഃഖങ്ങളേറെയാണേ, കുരിശേറും രാവിൻ നേരം വരണേ. ഒരിടം തരണേ തലച്ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്നേഹം നടിച്ചെൻ്റെ കൂടെ കൂടിയ എത്രയോ പേരുണ്ട്. അതൊക്കെ ഞാനങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചു. ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല എന്ന് ഞാൻ മനസ്സിലെപ്പോഴും ഓർത്തു. പക്ഷേ ആ സ്നേഹം നടിച്ച് കൂടെ നടന്നവരാണ് ആദ്യം എന്നെ വഞ്ചിച്ചത്. ഒരിറ്റ ആശ്വാസത്തിനു വേണ്ടി തേടി അലഞ്ഞ രാവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്.
സ്നേഹിച്ചപ്പോൾ എല്ലാം ഞാൻ കൊടുത്തു. എനിക്കുള്ളത് മുഴുവൻ ഞാൻ കൊടുത്തു. കാരണം ഞാനത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അസ്വസ്ഥതകളും സങ്കടങ്ങളും മാത്രമാണ്. ഒരാശ്വാസവാക്ക് പോലും എങ്ങും എനിക്ക് ലഭിക്കില്ല. ഈശോയെ, ഞാനിന്ന് ആവലാതിപ്പെട്ട് നിന്റെ ഈ തിരുസന്നിധിയിലിരിക്കുമ്പോൾ നീ എന്നെ ഒരിക്കലും സ്നേഹിച്ച് വഞ്ചിച്ചിട്ടില്ല എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. നിന്റെ ഒരു വാക്കുകൊണ്ട് പോലും എന്നെ മുറിപ്പെടുത്തിയിട്ടില്ല. എപ്പോഴും ഞാൻ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും എന്നെ ചേർത്ത് പിടിക്കാൻ നീ മാത്രമേ ഉള്ളൂ. എനിക്ക് അഭയമായിട്ട് നിന്റെ കുരിശു മാത്രമേ ഉള്ളൂ. നിനക്കുള്ളതെല്ലാം കൈവിടിഞ്ഞ് എന്നെ സ്നേഹിച്ചവനാണ്. ദൈവത്തിൻ്റെ സമാനത പോലും വേണ്ടെന്ന് വെച്ചവൻ ദാസന്റെ രൂപം സ്വീകരിച്ച് എൻ്റെ അരികെ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് നിനക്കുള്ളത് മുഴുവൻ, നിന്റെ ജീവരസം പോലും എനിക്ക് നൽകി. നീയാണ് യഥാർത്ഥത്തിൽ സ്നേഹിതൻ. നിന്നെക്കുറിച്ച് നീ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. വിശന്ന് വലഞ്ഞ അനേകായിരങ്ങളെ കണ്ടപ്പോൾ നിന്റെ വിശപ്പ് നീ മറന്നു. ഇടയനില്ലാത്ത ആടുകളെ പോലെ അലഞ്ഞു തിരിയുന്നവരെ കണ്ടപ്പോൾ നിന്റെ അലച്ചിലുകൾ നീ ഓർത്തുപോലുമില്ല. നീ എനിക്ക് ഇടയനായിട്ട് വന്നു. നീ എന്നെ തോളിലേറ്റി മാറോട് ചേർത്ത് പിടിച്ചു. എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യമാണ് നിൻ്റേത്. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ വിലമതിക്കുന്നു. എൻ്റെ സങ്കടങ്ങളെ, എൻ്റെ അവിശ്വസ്തതകളെ, എന്നെ വഞ്ചിച്ചവരെ, എനിക്ക് ഒരിറ്റ ആശ്വാസം പോലും തരാതെ എന്നെ തള്ളിപ്പറഞ്ഞ് കടന്നുപോയവരെ എല്ലാം നിന്റെ കുരിശോട് ചേർത്ത് പിടിക്കുന്നു. എനിക്കൊരിടം നിന്റെ കുരിശിൽ മാത്രമാണ്. ഒരിടം തരണേ തലച്ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നങ്ങളകലെയാണ്, ദുഃഖങ്ങളേറെയാണ്, കുരിശേറും രാവിൻ നേരം വരണേ. ഒരിടം തരണേ തലച്ചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. ചില നേരങ്ങളിൽ എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു പോകാറുണ്ട്. എന്നെ ചങ്കോടൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ഒരു നല്ല വാക്കുകൊണ്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു പോയ ഒരുപാട് സമയങ്ങൾ. ഈശോയെ, ഈ സന്നിധി മാത്രമാണ് എൻ്റെ ആശ്വാസം. നീ മാത്രമാണ് എൻ്റെ പ്രതീക്ഷകൾ. നിരാശയിലും പ്രതീക്ഷയോടെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കുന്നത് നീയും നിന്റെ കുരിശുമാണ്.
മറ്റുള്ളവരോട് ക്ഷമിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് നീ കുരിശിൽ കിടന്ന് മൊഴിഞ്ഞ വാക്കുകളാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എല്ലാവരോടും ക്ഷമിച്ചും പുറത്തും ജീവിക്കാൻ നിന്റെ കുരിശ് എന്നെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഐരടികൾ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നങ്ങളകലയാണേ, ദുഃഖങ്ങളേറെയാണേ, കുരിശേറും രാവിൻ നേരം വരണേ. സ്വപ്നങ്ങളകലയാണേ, ദുഃഖങ്ങളേറെയാണേ, കുരിശേറും രാവിൻ നേരം വരണേ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നങ്ങളകലയാ